അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ പാർലറിലെ ഡ്രയർ ഇരിക്കുന്ന അവസ്ഥ ഒന്ന് നോക്കിക്കോളൂ. ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ ഭയങ്കര രസമായിട്ട് കാണിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പലരും ഇതെന്തിനാണെന്ന് ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ അറിവ് വെച്ച് ശ്രമിക്കുന്നത്, പലരും നമ്മളുടെ ഇവിടെ വരുമ്പോൾ ഡ്രയർ എടുക്കുന്നതിലുള്ള കൺഫ്യൂഷൻസ് കാണാം. അതുപോലെ തന്നെ ഏത് ഡ്രയറാണ് നല്ലതെന്നുള്ള കൺഫ്യൂഷൻസ് കാണാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ടാണ് ഡ്രയർ സെലക്ട് ചെയ്യുക. അതിൻ്റെ കേബിളിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ ഡിസൈൻ, അതുപോലെ അത് എത്ര വാട്ട്സ് ഉണ്ട്, ഇതൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ഡ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വാട്ട്സ് എടുക്കുന്ന ഒരു ഇലക്ട്രിക്കൽ മെഷീനാണ്. നമ്മുടെ പാർലറിൽ റെഗുലർലി യൂസ് ചെയ്യുന്ന എല്ലാ മെഷീൻസും നല്ല ഇലക്ട്രിക്കൽ വാട്ട് എടുക്കുന്ന എക്യുപ്മെൻസുകളാണ്. അത് സ്റ്റീമർ ആയിക്കോട്ടെ, അയണിങ് മെഷീൻ ആയിക്കോട്ടെ, ഏത്. അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കുന്ന കാര്യത്തിൽ ഓരോരുത്തരുടെയും അഭിരുചി പലതായിരിക്കും. ചിലർക്ക് ഡിസൈൻ ആവാം, ചിലർക്ക് ബ്രാൻഡ് ആവാം. പ്രത്യേകിച്ച് നമ്മുടെ ആളുകളുടെ ഇടയിൽ എല്ലാവരും ഒരു ബ്രാൻഡ് കോൺഷ്യസ് ആണ്. ഇന്ന ബ്രാൻഡ് വേണം, ഇങ്ങനെ വേണം, ഇന്ന വേണം. അപ്പോൾ നമ്മൾ കൂടുതലും പ്രൊഫഷണൽ മേഖലയിൽ യൂസ് ചെയ്യുന്ന ഡ്രയറുകൾ നിങ്ങൾക്കറിയാം. ഒന്ന്, അതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാവും. ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിലൊരു കോൾഡ് വേവ് വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. ഒപ്പം തന്നെ ഹീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ കൂടുതലും നമ്മളുടെ പാർലർ മേഖലയിൽ ഉപയോഗിക്കുന്ന ഡ്രയറുകൾ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ, തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഭയങ്കര രസകരമായിട്ട്, പ്രത്യേകിച്ചും ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറിയൊക്കെ ഇട്ടിരുന്നത്, എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല, ഇൻസ്റ്റഗ്രാമിൽ നല്ല രസകരമായിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ ഭയങ്കര രസമായിട്ട് കാണിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഹെയർ ഡ്രയർ നമ്മുടെ ഹെയർ ആൻഡ് ക്രാഫ്റ്റിൽ നിന്ന്. ഈ ഹെയർ ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, അത് അത്ര ബ്രാൻഡാണോ എങ്ങനെയാണോ സംശയം എന്നുള്ള കാര്യത്തിൽ എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് സിസേഴ്സ് കൊണ്ടും, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോമ്പ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇത് കണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അറിയാൻ കഴിയും. ക്രാഫ്റ്റ് അതിൻ്റെ സെയിം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഡിവിഷൻ അവരിട്ടിരിക്കുന്ന പേരാണ് ഹെയർ ആൻഡ് ക്രാഫ്റ്റ്, അല്ലെങ്കിൽ HMK. അതിൽ ഹിപ്പി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്കിപ്പോൾ 1150 രൂപ വില വരുന്ന റെഡ് റൗണ്ട് ബ്രഷ് 38 mm ഫ്രീ ആയിട്ടുണ്ട്. ഇതിൻ്റെ വാട്ടേജ് വരുന്നത് 2400 ഒപ്പം നല്ല ലെങ്ത് ഉള്ളൊരു കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 സ്പീഡിൽ നമുക്ക് മോട്ടർ ടൈം, അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോഷ്യൽ മീഡിയ യുഗത്തിൽ, പ്രത്യേകിച്ച് നിങ്ങൾ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഹെയർ ആൻഡ് ക്രാഫ്റ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള 2 പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. കുറച്ചായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നണമെന്നില്ല. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ, റീൽസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നിങ്ങളുടെ ആ റീൽസിനെ ഒന്നും കൂടി അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസൈനാണ്. അതിൻ്റെ പേരാണ് ഹിപ്പി എന്ന് പറഞ്ഞിട്ട്. ഒപ്പം തന്നെ ലേഡീസിന് പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഇത്തരത്തിലുള്ള ഒന്ന്. ഇത് രണ്ടിൻ്റെയും എന്താ പറയുക, ഫീച്ചേഴ്സ് ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, രണ്ടും 2400 വാട്ട്സാണ്. ഇതിൻ്റെ കേബിളിന് 3 മീറ്റർ വരെ നിങ്ങൾക്ക് ലെങ്ത് ഉണ്ട്. മറ്റൊന്ന്, ഇതിൽ ഇവർ പറഞ്ഞേക്കണേ 2 ഹീറ്റ്, 3 ഹീറ്റും 2 സ്പീഡും, ലൈറ്റ് വെയിറ്റ് ആണ്, 3 മീറ്റർ പവർ കോഡ്. ഇത്രയും കാര്യം ഇതെല്ലാം ഇതിൽ കോമൺ ആണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ റിമൂവബിൾ റിയർ ഫിൽറ്റർ, ഓക്കെ, അതായത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്ന ഒരു റിയർ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. പലരും ഇതെന്തിനാണെന്ന് ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഇത് നിങ്ങൾ പരിചയപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ റിയർ ഫിൽറ്റർ എന്തിനാണ് റിമൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഞാൻ ഇനിയിപ്പോൾ അടുത്തത് പറയാൻ പോകുന്നത്. അതിന് മുന്നേയായിട്ട് ഞാൻ മെഷീൻ നിങ്ങൾ കാണിച്ചു. 2 ഡിസൈനുള്ള മെഷീൻ, ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണോ ഇഷ്ടം, ഇതാണോ ഇഷ്ടം. രണ്ടും ഒരേ പവറാണ്. പക്ഷേ ഇത് രണ്ടിനും ഞാൻ നോക്കിയപ്പോൾ ഒരു വ്യത്യാസം
ഇത് കുറച്ച് ഹെവിയാണ്, വെയിറ്റ് കൂടുതലുണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി ലോ വെയിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ 2 ഡിസൈൻ. ഞാൻ ഇതിൻ്റെ പുറകിൽ ആദ്യം നിങ്ങളോട് പറഞ്ഞ റിയർ ഫിൽറ്റർ പലപ്പോഴും എന്തിനാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് പാർലറിലേക്ക് ഒരു ഡ്രയർ മേടിച്ചാൽ ഒരു 15 വർഷം യാതൊരു കേടും കൂടാതെ ഉപയോഗിക്കാമെങ്കിൽ അത്രയും നല്ലതെന്നാണല്ലോ നമ്മളുടെ എല്ലാവരുടെയും ചിന്ത. പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. പലപ്പോഴും പാർലറിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിൽ പലരെങ്കിലും കണ്ടിട്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ പാർലറിലെ ഡ്രയർ ഇരിക്കുന്ന അവസ്ഥ ഒന്ന് നോക്കിക്കോളൂ. ഈ കേബിൾ കമ്പനി വരുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മളുടെ ആളുകൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങനെയാണ് വെച്ചിട്ട് പിന്നെ ഇതിൽ കൂടെ ഒരു ചുറ്റി ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. ഇവിടെ നിന്ന് ഇത് എത്രയും പെട്ടെന്ന് ഡാമേജ് ആവാനും ഈ കേബിൾ ഷോർട്ട് ആവാനും ഏറ്റവും കൂടുതൽ സാധ്യത വരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തരുമ്പോൾ ഇങ്ങനെ ഒരു കേബിൾ ഉണ്ടോ, ഈ കേബിൾ ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നിങ്ങളവിടെ റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർ വേയിൽ നിങ്ങൾ കേബിൾ മെയിൻറ്റെയിൻ ചെയ്താൽ കുറേയേറെ പ്രശ്നങ്ങൾ അത്തരത്തിൽ ഇവിടുന്ന് ഡാമേജ് ആവാതെയും മറ്റുള്ള ഷോർട്ട് ആവാതെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ കേസ്, ഇതിൻ്റെ പുറകിൽ മെയിൻ്റെനൻസ് എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു, ഞാൻ നേരത്തെ പറഞ്ഞ റിമൂവബിൾ ബാക്ക് ഫിൽറ്റർ. ഈ സാധനം നിങ്ങൾക്കിത് അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഡ്രയറിലേക്ക് എയർ വരുന്ന എവിടെ നിന്നാണ്? ഈ ബാക്ക് സൈഡിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണല്ലോ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് എയർ വരുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ചിലപ്പോൾ കട്ട് ചെയ്ത ഹെയറോ കാര്യങ്ങളോ ഇതിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. ഈ വലിച്ചുകൊണ്ടിരിക്കുന്ന ഹെയർ ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഫിൽറ്ററിൽ അടഞ്ഞിരിക്കും. ഇത് അടഞ്ഞാൽ എന്താ സംഭവിക്കുക? പലപ്പോഴും അടയുന്ന സമയത്ത് ഇവിടെ വ്യക്തമായിട്ടുള്ള ആ ഒരു പവർ വലിച്ചെടുക്കാൻ കഴിയാതെ ഇവിടെ വരുന്ന ഹെയറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഫ്ലോ, എയറിൻ്റെ ഫ്ലോ കട്ടാവും. ചിലർ പറയണ കേൾക്കാം, ഞാനിവിടെ തന്നെ ഒരു പ്രാവശ്യം ഇവിടെ ഒരാൾ കൊണ്ടുവന്നു, അതിന് സ്പീഡ് കിട്ടുന്നില്ല, പെട്ടെന്ന് ഇതായിപ്പോയി. ഞാനിവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെറുതെ തുറന്ന് ഈ ഒരു ഫിൽറ്റർ എടുത്തിട്ട് ഇതിങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ ഒരു ലോഡ് മുടിയും പിന്നെ എന്താ കുറേ കറുത്ത കുറേ സ്പോഞ്ച് എന്നതിന് നമ്മൾ മാറാമ്പരാന്നൊക്കെ പറയും. നിങ്ങളവിടെ എങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സാധനമൊക്കെ പിടിച്ചിരുന്നിട്ട് ഇതിന്, അതായത് ഈ ഡ്രയറിന് ശ്വാസം മുട്ടുകയാണ്, ഇതിന് ശ്വസിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡ്രയർ ഞാൻ കാണിച്ചു തരാം. ഈ ഡ്രയർ ഓൺ ആക്കിയിട്ട് കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സൗണ്ട് മാറിയിട്ട് ഇതിൻ്റെ പവർ പോണ, അതായത് ഇത് എയർ വലിച്ചിട്ട് പുറത്തേക്ക് തള്ളാൻ കിട്ടാതെയാവും. പലപ്പോഴും നമ്മുടെ ആളുകൾ ഇങ്ങനെ ഒരു സാധനം ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനോട് പറയൂല. ശരിക്കും കമ്പനി പോലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം വർക്കുള്ളൊരു പാർലറിലാണ് നിങ്ങൾ റെഗുലർലി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും ഈ സംഭവം അഴിച്ച് ക്ലീൻ ചെയ്യണം. ഇതഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ മാത്രം ക്ലീനിങ് അല്ല, ഒപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോർമൽ നല്ല ബ്രഷുകൾ ഇത് ക്ലീൻ ചെയ്യാൻ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് പഴയതാണെങ്കിലും എടുത്തിട്ടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഡ്രയറിൻ്റെ ലാസ്റ്റിങ് കൂടും. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ വരും, ഇതിലൂടെ കറക്റ്റായിട്ട് ഫ്ലോ വരും. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും ഒരു സാധ്യത മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അതുകൊണ്ട് മാത്രം സംഭവിക്കുന്നു എന്നല്ല. നമ്മുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഹീറ്റ് റെസിസ്റ്റൻറ്റ് കോംസ് ചൂടടിച്ചിട്ട് വളഞ്ഞു പോയി എന്ന് പറഞ്ഞ കേൾക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഐക്കോണിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഒരു ഇത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ ചൂടാക്കി നോക്കുകയൊക്കെ ചെയ്തുകൂടെ. ഈ 2 കോമ്പ് അവർ ഹൈ ക്വാളിറ്റി ഇത് പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വളയുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ ഇതിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ഫിൽറ്ററുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അതിന് കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഡ്രയറിൻ്റെ അകം വശത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ കാണാം ഒരു എന്താ പറയുക, ഒരു കോയിൽ വെച്ചിട്ടുണ്ട്. ഈ കോയിൽ ചൂടായിട്ട് ഇവിടെ നിന്ന് വരുന്ന എയർ, ഈ കോയിൽ ചൂടാവുന്ന സമയത്ത് അതിലൂടെ എയർ പാസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഹോട്ടായിട്ട് കിട്ടുക. പലപ്പോഴും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിനൊക്കെ ഒരു ലെവലുണ്ട്, ഒരു ഹീറ്റ് താങ്ങാൻ കഴിയുന്നു. ഒന്ന് ആരും ഇതിപ്പോൾ നേരെ പിടിച്ച് ഇതിലേക്ക് കുത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് ഒട്ടുമിക്ക പാഡിൽ ബ്രഷും നമുക്ക് കംപ്ലൈൻ്റ് ആയി പോകുന്നത്. അതുപോലെ തന്നെ ബ്ലോ ചെയ്യുന്ന ബ്രഷും പലപ്പോഴും നേരിട്ട് കൊണ്ടുപോയി ഇതിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കോയിലും ഇതിൻ്റെ സമീപത്തിരിക്കുന്ന സാധനത്തിലേക്കും കൊണ്ടുകഴിഞ്ഞാൽ അത് ഉരുകിപ്പോകും. നേരെ മറിച്ച് നമുക്കിതിൻ്റെ നോസിലുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കാണുന്ന നോസിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു
ആ ഹീറ്റിനെ കൊടുക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ചെയ്യുക. അതിന് പകരം നേരിട്ട് കുത്തുന്ന പ്രവണത ചിലരിലെങ്കിലും കണ്ടിട്ടുണ്ട്. ഇനി ഈ കോമ്പിൻ്റെ കേസ് പലപ്പോഴും സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറകിലെ ഈ ഒരു ഏരിയ അടയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഹീറ്റ് ഈ പറയുന്ന മെഷീൻ എടുത്തിട്ട് ഇങ്ങോട്ട് അയക്കുമ്പോൾ ഹീറ്റിന് പവർ വളരെ കുറവായിരിക്കും. പക്ഷേ ആ പവർ കുറവിൽ എന്ത് സംഭവിക്കും? ഈ എയർ ഫ്ലോ കുറവായതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഉള്ളിലെ കോയിൽ ചൂടാവും. അതിനാണ് നമ്മൾ പലപ്പോഴും ഓവർ ഹീറ്റ് ആവുക എന്ന് പറയുക. കമ്പനി തന്നെ പറയാറുണ്ട്, നിങ്ങളിത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത് ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഓവർ ഹീറ്റ് ആവുന്ന എയർ വളരെ കുറഞ്ഞ സ്പീഡിലായിരിക്കും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ കോമ്പിലേക്ക് അടിക്കുക. അതുകൊണ്ടാണ് പലരും പറയുന്ന ഈ കോമ്പ്, ഇതേപോലത്തെ കോമ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോ ബ്രഷുകൾ ഒക്കെ ഹീറ്റ് കൊണ്ട് ഡാമേജ് ആയി പോയി, ക്വാളിറ്റി ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു കോമ്പ് വളഞ്ഞു അല്ലെങ്കിൽ കേടായി പോയി എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനി ഈ ഒരു കോമ്പ് മാത്രമല്ല, ചുരുങ്ങിയത് ഒരു ലക്ഷക്കണക്കിന് കോമ്പുകളെങ്കിലും അവർ കണ്ടെയ്നറിൽ കൊണ്ടുവരുന്നുണ്ടാവും. അപ്പോൾ അത് ഒരെണ്ണത്തിന് മാത്രമായിട്ട് അങ്ങനെയാണെങ്കിൽ വരില്ല, കമ്പനിയുടെ എല്ലാ സാധനത്തിനും വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൻ്റെ അതുകൊണ്ട് മാത്രമെന്നല്ല, പക്ഷേ ഭൂരിഭാഗവും സാധ്യത നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഇതാണ് പ്രോപ്പറായിട്ട് നമ്മളുടെ ഈ ഡ്രയർ മെയിൻ്റനൻസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സലൂണിലെ നിങ്ങൾ ഇന്ന് തന്നെ ഈ ഡ്രയറിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ തുറക്കാനുള്ള സംവിധാനമുണ്ട്. തുറന്നൊന്ന് ക്ലീൻ ചെയ്യുകയും ഇതിൻ്റെ ഉള്ളിലും ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളൊരു ടൂത്ത് ബ്രഷ് എന്തെങ്കിലും വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ ഡ്രയർ കുറേ കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന് ശ്വാസം കിട്ടാതെ അവസാനം ഓവർ ഹീറ്റായി ഇതിൻ്റെ ഐ സി അടിച്ച് പോവും. അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും. അതിനിടയിൽ കൂടെ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, ഈ പറഞ്ഞ പോലെ പല കോമ്പുകളും നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കും. സൗണ്ട് കേട്ടറിയാം നമ്മൾ ചൂടാക്കിയതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം വല്ലതും കൊണ്ട് നോക്കാം. ഇത്ര നേരം ഹീറ്റ് ചെയ്ത കോമ്പാണ്, യാതൊരുവിധ പ്രശ്നവും ഇതിനുൾപ്പെടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ മേടിച്ച ഏറ്റവും നല്ലൊരു മെഷീനായിരിക്കും നിങ്ങൾ മേടിക്കുക. പക്ഷേ അതിന് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ്, ഞാനീ പറഞ്ഞതുപോലെ കേബിളൊന്ന് പ്രോപ്പറായിട്ട് വയ്ക്കുക. ഒപ്പം പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഓഫാക്കണ സമയത്ത് കേബിൾ പിടിച്ചിട്ട് ഒരു വലിയ ഓഫാവില്ല. അപ്പോൾ പ്രോപ്പറായ രീതിയിൽ ഓഫാകുകയും അതേപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് പ്ലഗിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്ത് നിങ്ങളുടെ ടൂൾസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ മൊബൈൽ എത്ര ക്ലീനായിട്ട് കൊണ്ടുപോയെടുക്കണല്ലേ, ഇന്ന് നിലത്ത് വീണാൽ തന്നെ നമ്മുടെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ സാധനങ്ങളും നിങ്ങളുടെ സ്റ്റാഫിനോട് അല്ലെങ്കിൽ സലൂൺ ഓണേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുപോയി നടന്നാൽ ഇത്തരത്തിലുള്ള ഡാമേജുകൾ ഒഴിവാക്കാൻ പറ്റും. ഡ്രയർ കുറേ കാലം നിങ്ങൾക്ക് ഈട് നിൽക്കും. ഒപ്പം തന്നെ ചൂടാകുന്ന പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ചൂട് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അല്ലാതെ ഹെയറൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഹീറ്റ് കൂടുതലായിട്ട് അടിക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങൾ ഹീറ്റ് പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ കൂടി യൂസ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സ്, പ്രത്യേകിച്ചും ഹെവി കറണ്ട് യൂസ് ചെയ്യുന്ന, വാട്ട് യൂസ് ചെയ്യുന്ന മെഷീനറീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്ത് സാധനം വന്നാൽ മതി. ഡിജിറ്റൽ മീഡിയയിലൊക്കെ കാണിക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കുമ്പോൾ നല്ല ട്രെൻഡിങ്, നല്ല സ്റ്റൈലായിട്ടിരിക്കും നിങ്ങളുടെ റീൽസ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഒപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് അത് എത്താൻ നമുക്ക് സഹായമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാർലറിനകത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ബൈ.